ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അത്യാഗ്രഹം, ദേഷ്യം, ദേഹേച്ഛ ഇവയാണ് മനുഷ്യനിൽ പൈശാചിക പ്രവേശനത്തിനുള്ള അടിസ്ഥാന സ്വഭാവങ്ങൾ. അത്യാഗ്രഹത്തിൽ നിന്നും അലച്ചയും പിശുക്കും ഉടലെടുക്കുന്നു. ദേഷ്യത്തിൽ നിന്നും അഹംഭാവവും അഹങ്കാരവും ഉണ്ടായിത്തീരുന്നു. ദേഹേച്ഛയിൽ നിന്നും സത്യനിഷേധവും നൂതന ചിന്തകളും ഉത്ഭവിക്കുന്നു. ഇവ 6 മനുഷ്യനിൽ സമ്മേളിച്ചാൽ 7ാമതൊന്ന് നിഷ്പന്നമാകും. അതാണ് അസൂയ. യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ വിഷയത്തിൽ സഹോദരങ്ങൾ 10 പേരും ചേർന്ന് ഒരു ഗൂഢാലോചന നടത്തി. ശക്തന്മാരായ നമ്മളെക്കാൾ ഉപരി യൂസുഫിനെയും സഹോദരനെയുമാണ് നമ്മുടെ പിതാവ് ഇഷ്ടപ്പെടുന്നത്. നിശ്ചയം നമ്മുടെ പിതാവ് വ്യക്തമായ വഴികേടിലായിരിക്കുന്നു. പിതാവിനെ നമുക്ക് രക്ഷപ്പെടുത്തണം. അതിനുള്ള മാർഗമാണ് നാം സ്വീകരിക്കേണ്ടത്. അവർ ആലോചനയിൽ മുഴുകി. അവരിൽ നിന്ന് ഒരാൾ പറഞ്ഞു, നിങ്ങൾ യൂസുഫിനെ കൊന്നുകളയുക, അല്ലെങ്കിൽ ദൂരെ വല്ല സ്ഥലത്തും കൊണ്ടുപോയി ഉപേക്ഷിക്കുക. ചെയ്യുന്നത് പാപമാണെന്ന ബോധ്യം അവർക്കുണ്ടായിരുന്നു. പിതാവ് യൂസുഫിൻ്റെ വിഷയത്തിൽ പ്രയാസം അനുഭവിക്കുമെന്നും അവർ മനസ്സിലാക്കിയിരുന്നു. അസൂയ അവരെ സത്യത്തിൽ അന്ധരും ബധിരരുമാക്കി മാറ്റിക്കളഞ്ഞിരുന്നു എന്നതാണ് വസ്തുത. അതുകൊണ്ട് സ്നേഹത്തിനും സഹതാപത്തിനുമൊന്നും അവരുടെ മനസ്സുകളിൽ സ്ഥാനമുണ്ടായിരുന്നില്ല. യൂസുഫിൻ്റെ അഭാവത്തിൽ പിതാവ് നമ്മെ സ്നേഹിക്കുമെന്നാണ് അവർ കണക്കുകൂട്ടിയത്. അപ്പോൾ നമുക്ക് സദ്വൃത്തരായി തീരാം. അസൂയ മൂലമുള്ള എല്ലാ ചെയ്തികൾക്കും ഇത്തരത്തിലുള്ള വ്യാമോഹങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. യൂസുഫിനെ വധിച്ചു കളയരുത്, അവരിൽ ഒരാൾ പറഞ്ഞു. യഹൂദയാണ് അങ്ങനെ പറഞ്ഞത്. അദ്ദേഹത്തിന് യൂസുഫ് അലൈഹിസ്സലാമിനോട് സ്നേഹമുണ്ടായിരുന്നു. കൊച്ചനുജനെന്ന നിലക്ക് വാത്സല്യമുണ്ടായിരുന്നു. പക്ഷേ അത് പ്രകടമാക്കിയിരുന്നില്ല. മറ്റു സഹോദരങ്ങൾക്കിടയിൽ ഒറ്റപ്പെടുമോ എന്ന ആശങ്കയായിരുന്നു കാരണം. ഏതെങ്കിലും ഇരുളടഞ്ഞ കിണറ്റിൽ അവനെ ഇട്ടേക്കുക, യാത്രക്കാരിൽ ആരെങ്കിലും അവനെ കണ്ടെടുത്തുകൊള്ളും, യഹൂദ പറഞ്ഞു. ആ അഭിപ്രായത്തോട് അവർ യോജിക്കുകയായിരുന്നു. യൂസുഫിനെ കൊല്ലരുത് എന്ന് പറഞ്ഞത് റൂബീൽ ആയിരുന്നു എന്നും അഭിപ്രായമുണ്ട്. അവർ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോവുകയാണ്. അവരിൽ ചിലർ യൂസുഫ് അലൈഹിസ്സലാമിനെ കണ്ട് ആടുമേയ്ക്കുന്ന വനത്തിലെ വിശേഷങ്ങൾ അറിയിച്ചു. തണലേകുന്ന വൻ വൃക്ഷങ്ങൾ, സുഗന്ധം പരത്തുന്ന പൂച്ചെടികൾ, മധുവൂറുന്ന പഴങ്ങൾ, പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒഴുകിയെത്തുന്ന കാട്ടരുവികൾ, മന്ദമാരുതൻ്റെ തലോടലിൽ ആടിയുലയുന്ന മേടുകൾ. അവരുടെ വർണ്ണനകൾ കേട്ടപ്പോൾ ആ കുരുന്നുബാലന് കാനനത്തിൽ പോകാൻ കൗതുകമായി. പക്ഷേ ഉപ്പ് സമ്മതിക്കുമോ? സഹോദരങ്ങളോടൊപ്പമാണല്ലോ, സമ്മതിക്കുമായിരിക്കും. അവർ യാക്കൂബ് അലൈഹിസ്സലാമിനെ സമീപിച്ചു. ആടുമേയ്ക്കാൻ ഞങ്ങളോടൊപ്പം യൂസുഫിനെയും അയച്ചു തരണം ഉപ്പ. താങ്കൾക്ക് എന്തു സംഭവിച്ചു? ഞങ്ങളുടെ സഹോദരനല്ലേ യൂസുഫ്? ഞങ്ങൾ അവൻ്റെ ഗുണകാംക്ഷികളല്ലേ? എന്തുകൊണ്ടാണ് അങ്ങ് ഞങ്ങളെ വിശ്വസിക്കാത്തത്? ഞങ്ങളുടെ കളിയിലും ആനന്ദത്തിലും യൂസുഫും സംബന്ധിച്ചു കൊള്ളട്ടെ. ഞങ്ങൾ അവനെ സംരക്ഷിക്കുന്നതാണ്. വളരെ ആവേശത്തോടെയാണ് അവർ സംസാരിച്ചിരുന്നത്. യഹൂദയാണ് സംസാരം തുടങ്ങിയത്. അദ്ദേഹം യൂസുഫിനെ സ്നേഹിക്കുന്നവനാണെന്ന് പിതാവിന് ബോധ്യമുണ്ടായിരുന്നു. യാക്കൂബ് അലൈഹിസ്സലാം എന്തു പറയണമെന്നറിയാതെ അല്പസമയം മൗനം പാലിച്ചു. യൂസുഫിനെ നിങ്ങൾ കൊണ്ടുപോകുന്നതിൽ എനിക്ക് പ്രയാസമുണ്ട്. അവനെ ചെന്നായ തിന്നുകളയുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നിങ്ങൾ ചിലപ്പോൾ അവൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ പോയാലോ? യാക്കൂബ് അലൈഹിസ്സലാം ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു. അവിടുത്തെ മുഖത്ത് ദുഃഖം ഘനീഭവിച്ചിട്ടുണ്ട്. കണ്ണുകൾ ഈറനണിയുകയാണ്.
ഉപ്പ, യൂസുഫിനെ ചെന്നായ തിന്നുകയോ? ശക്തന്മാരായ ഞങ്ങളവൻ്റെ കൂടെയുണ്ടല്ലോ. യൂസുഫിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്കു തന്നെയാണ് മഹാനഷ്ടം. പിറ്റേന്ന് അവർ യാത്രക്കൊരുങ്ങുകയാണ്. യാക്കൂബ് അലൈഹിസ്സലാം യൂസുഫിന് ഭക്ഷണം നൽകി വസ്ത്രമണിയിച്ചു. താവഴിയായി ലഭിച്ച അരപ്പട്ടയും കെട്ടിക്കൊടുത്തു. ഇബ്രാഹിം അലൈഹിസ്ലാമിൻ്റെ അടുക്കലുണ്ടായിരുന്ന അരപ്പട്ട ഇസ്മായിൽ അലൈഹിസ്ലാമിനെ ബലിദാനത്തിന് കൊണ്ടുപോകുമ്പോൾ ആ അരപ്പട്ട കെട്ടിയിരുന്നു. പിന്നീടത് ഫായിഖയുടെ കൈവശത്തിലായി. അവരാണ് യൂസുഫ് അലൈഹിസ്ലാമിന് സമ്മാനിച്ചത്. യൂസുഫ് അലൈഹിസ്ലാമിന് കുടിക്കാൻ ഒരു പാത്രത്തിൽ വെള്ളം നൽകിയാണ് യാത്രയാക്കിയത്. അടുത്തുള്ള മരച്ചൂട് വരെ പിതാവും അവരെ അനുഗമിച്ചു. റൂബിൻ സ്നേഹം നടിച്ച് യൂസുഫിനെ ചുമലിലേറ്റി. അല്പം അകലെ എത്തി പിതാവിൻ്റെ കാഴ്ചവട്ടത്തിൽ നിന്നും മറഞ്ഞു. അതോടെ സഹോദരങ്ങളുടെ സ്വഭാവം മാറി. റൂബിൻ ശക്തമായി പ്രഹരിച്ചുകൊണ്ടാണ് യൂസുഫിനെ താഴെ വെച്ചത്. അവർ ധൃതിയോടെ നടക്കാൻ തുടങ്ങി. തീരെ പരിചയമില്ലാത്ത പരുക്കൻ വഴി, കല്ലുകളും മുള്ളുകളും നിറഞ്ഞ പ്രതലം. യൂസുഫ് അലൈഹിസ്ലാമിനെ അവരോടൊപ്പം എത്താൻ കഴിയുന്നില്ല. എന്നെ കൊണ്ടുപോകൂ, എൻ്റെ കാൽ വേദനിക്കുന്നു. ആ കുരുന്നു ബാലൻ സഹായത്തിനായി കേണപേക്ഷിച്ചു. എവിടെയാ നിന്റെ സൂര്യനും ചന്ദ്രനുമൊക്കെ? അവരോട് സഹായം ചോദിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവർ മർദ്ദിക്കാൻ തുടങ്ങി. ദാഹജലം പോലും നൽകാതെ പ്രയാസപ്പെടുത്തി. അല്ലയോ, നിങ്ങളെല്ലാം എൻ്റെ സഹോദരങ്ങളല്ലേ, എന്നെ സംരക്ഷിക്കേണ്ടവരല്ലേ. നിങ്ങൾ തന്നെ അക്രമികളായാലോ? ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? യൂസുഫ് അലൈഹിസ്ലാം ഗദ്ഗദത്തോടെ അവരോട് പറഞ്ഞു. ഉടനെ യഹൂദ ഇടപെട്ടു. നിർത്തൂ, ഈ അക്രമം മതിയാക്കൂ. യൂസുഫിനെ കൊല്ലുകയില്ലെന്ന് നിങ്ങൾ എനിക്ക് വാക്ക് തന്നതാണല്ലോ. നമുക്കവനെ എവിടെയെങ്കിലും ഉപേക്ഷിക്കാം. അവർ യൂസുഫിൻ്റെ കുപ്പായം അഴിച്ചുമാറ്റി വനാന്തരത്തിലൂടെ നടന്നു നീങ്ങി. യൂസുഫ് അലൈഹിസ്ലാമിനെ മർദ്ദിച്ച ശേഷം വിവസ്ത്രനാക്കി സഹോദരങ്ങൾ കൊണ്ടുപോവുകയാണ്. കൈകാലുകൾ ബന്ധിച്ചിരിക്കുകയാണ്. ഒന്ന് വാവിട്ട് കരയുവാൻ പോലും അവസരം നിഷേധിച്ചിരിക്കുകയാണ്. കരഞ്ഞാലും സഹോദരങ്ങളല്ലാതെ മനുഷ്യരാരും കേൾക്കാനില്ല. ഒരു കിണറ്റിനരികിലേക്കാണ് അവരുടെ സഞ്ചാരം. മുകൾ ഭാഗം ഇടുങ്ങിയതും താഴ്ഭാഗം വിശാലമായതുമാണ് ആ കിണർ. പാറക്കെട്ടുകൾക്കിടയിൽ അല്പം ജലമുണ്ടായിരുന്നു ആ കൂപത്തിൽ. 400 മുഴമാണ് കിണറിന് ആഴമുണ്ടായിരുന്നത് എന്ന് ചരിത്രകാരന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. ഫലസ്തീനിന്റെ വടക്കുഭാഗം നാബൽസ് എന്ന സ്ഥലത്തായിരുന്നു അത്രേ ഈ പുരാതന കിണർ നിലകൊണ്ടിരുന്നത്. ഉർദുൻ പ്രദേശത്തിലായിരുന്നു കിണർ എന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട്. ജോർദാനിലാണ് ഈ പ്രദേശം. വിജനമായ ഈ പ്രദേശത്തിലൂടെ കച്ചവട സംഘങ്ങൾ സഞ്ചരിക്കാറുണ്ടായിരുന്നു. ഷമ്മൂൻ യൂസുഫ് അലൈഹിസ്ലാമിനെ കിണറ്റിലേക്ക് എറിയാൻ ശ്രമിച്ചു. പക്ഷേ യഹൂദ സമ്മതിച്ചില്ല. യൂസുഫിനെ കൊല്ലരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ, അതനുസരിക്കുന്നതാണ് നല്ലത്. അവർ തമ്മിൽ വാക്കേറ്റമായി. അവസാനം അവർ ആ ബാലനെ ബക്കറ്റിലിരുത്തി. യാത്രക്കാർ വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന ബക്കറ്റായിരുന്നു അത്. ഭയം കാരണം യൂസുഫ് അലൈഹിസ്ലാം വിറക്കുന്നുണ്ടായിരുന്നു. തൊണ്ട വരണ്ടു പോയിരിക്കുന്നു. ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. യഹൂദ കയർ പിടിച്ച് ബക്കറ്റ് താഴ്ത്തുകയാണ്. യൂസുഫ് അലൈഹിസ്സലാം അവരെ നിറകണ്ണുകളോടെ നോക്കുകയാണ്. പാതി വഴിയിലെത്തിയപ്പോൾ യഹൂദ കയർ വിട്ടു. അതിനുള്ള വേലകൾ മറ്റുള്ളവർ ഒപ്പിക്കുകയായിരുന്നു. യൂസുഫ് അലൈഹിസ്സലാം കിണറ്റിൽ ചെന്ന് വീഴുന്ന സന്ദർഭം ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ എത്തി. ഒരു കുപ്പായവുമായാണ് എത്തിയത്. ഒരു അത്ഭുത കുപ്പായമായിരുന്നു അത്. യൂസുഫ് അലൈഹിസ്സലാമിനെ അത് ധരിപ്പിച്ചു. സുരക്ഷിത സ്ഥാനത്ത് ഇരുത്തി. കിണറ്റിലെ ജലത്തിന്റെ ഉപ്പ് രസം മാറി അത് ശുദ്ധജലമായി തീർന്നു. ആഴമുള്ള കിണറ്റിൽ യൂസുഫ് അലൈഹിസ്സലാം നിലം പതിച്ചപ്പോൾ സഹോദരങ്ങൾ ആർത്തുല്ലസിച്ചു. ഒരു സത്കർമ്മം ചെയ്ത പ്രതീതിയായിരുന്നു അവർ. പരിസരങ്ങളിലുള്ള കല്ലും മുള്ളും കിണറ്റിലേക്ക് എറിഞ്ഞുകൊണ്ടാണ് അവർ തിരിച്ചുപോയത്. യാക്കൂബ് അലൈഹിസ്ലാമിന്റെ താമസ സ്ഥലത്തു നിന്നും 3 ഫർ
ഫർസഖ് അകലെയായിരുന്നു ഈ കിണർ. 30ഓളം കിലോമീറ്റർ അകലെ. സമയം രാത്രി ആയിട്ടുണ്ട്. പതിവിലേറെ വൈകിയിരിക്കുന്നു. ഇനി ഒരു കഥ മെനഞ്ഞുണ്ടാക്കണം. സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത് യൂസുഫിനെ സുരക്ഷിതനായി ഇരുത്തി ഞങ്ങൾ ഓട്ടപ്പന്തയം നടത്തുകയായിരുന്നു. അപ്പോഴൊരു ചെന്നായ യൂസുഫിനെ കൊന്നു തിന്നു കളഞ്ഞു. പിതാവിനോട് പറയാൻ ഒരു കള്ളക്കഥ അവർ മെനഞ്ഞെടുത്തു. പിന്നെ ഒരു ആട്ടിൻകുട്ടിയെ കൊന്ന് അതിൻ്റെ രക്തം യൂസുഫ് അലൈഹിസ്ലാമിൻ്റെ കുപ്പായത്തിൽ പുരട്ടി ആട്ടിൻ പറ്റങ്ങളുമായി പുറപ്പെട്ടു. യാക്കൂബ് അലൈഹിസ്സലാം മക്കളെ കാത്തിരിക്കുകയാണ്. പൊന്നുമോൻ യൂസുഫ് അലൈഹിസ്സലാമിനെ കാണാൻ വെമ്പൽ കൊള്ളുകയാണ്. വഴിക്കണ്ണുമായി നോക്കിയിരിക്കവേ ഒരാർത്തദാനം കേൾക്കാനിടയായി. ആർത്തു വിളിച്ചുകൊണ്ടാണ് മക്കൾ വരുന്നത്. ഉപ്പാ, നമ്മുടെ യൂസുഫ്! ഞങ്ങളിത് എങ്ങനെ സഹിക്കും? ആ ദുഷ്ടൻ ചെന്നായ യൂസുഫിനെ കൊന്നു തിന്നു. ഞങ്ങൾ സത്യമാണ് പറയുന്നത്. അവർ 10 പേരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാ, ഈ കുപ്പായം മാത്രമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. കണ്ടോ, രക്തം പുരണ്ട കുപ്പായം. അവരുടെ അഭിനയം കണ്ട് യാക്കൂബ് അലൈഹിസ്സലാം തളർന്നുപോയി. എല്ലാം അള്ളാഹുവിൻ്റെ മുൻ നിശ്ചയമാണ്. അത് മാറ്റിമറിക്കാൻ ഒരാൾക്കും കഴിയുകയില്ല. യാക്കൂബ് അലൈഹിസ്സലാം ഉറച്ചു വിശ്വസിച്ചു. അവർ കൊണ്ടുവന്ന രക്തം പുരണ്ട കുപ്പായം കണ്ട പിതാവ് പറഞ്ഞു, എൻ്റെ മക്കളെ, നിങ്ങൾ കുതന്ത്രം പ്രയോഗിച്ചിരിക്കുകയാണ്. പിശാചിൻ്റെ കെണിവലയിൽ നിങ്ങൾ വീണിരിക്കുന്നു. ഒരു ചെന്നായയും യൂസുഫിനെ ആക്രമിച്ചിട്ടില്ല. ഈ വസ്ത്രം കണ്ടോ? ഈ വസ്ത്രം തീരെ കീറിയിട്ടില്ല. ധരിച്ച വസ്ത്രം കീറാതെ എങ്ങനെ ചെന്നായ യൂസുഫിനെ തിന്നുന്നത്? ഞാൻ അള്ളാഹുവിനോട് സഹായം തേടുന്നു, രക്ഷ കൈക്കൊള്ളുകയും ചെയ്യുന്നു, യാക്കൂബ് അലൈഹിസ്സലാം പറഞ്ഞു. അന്നത്തെ രാത്രി പകലിന് വഴിമാറുകയാണ്. പകലോൻ പൂർവ്വദിക്കിൽ പ്രത്യക്ഷപ്പെടാൻ അടുത്തിരിക്കുന്നു. കൂടണഞ്ഞ പറവകളും മൃഗങ്ങളുമെല്ലാം ഇര തേടി പുറപ്പെടുകയാണ്. യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ ഭവനം ശോകമൂകമായിരിക്കുന്നു. അവിടെ കുട്ടികളുടെ കളിയില്ല, ചിരിയില്ല, സംസാരമില്ല. യൂസുഫിന് എന്തു സംഭവിച്ചു കാണും? മരണപ്പെട്ടിരിക്കുമോ? സഹോദരങ്ങൾ രാത്രി മുഴുവൻ ചിന്തയിലായിരുന്നു. പ്രഭാതത്തിൽ തന്നെ അവർ ഓരോരുത്തരായി നടന്നു നീങ്ങി. ആ കിണറ്റിൻ്റെ സമീപത്തേക്കാണ് സഞ്ചാരം. പാത്തും പതുങ്ങിയും അവർ കിണർ പരിസരത്ത് അലയുകയാണ്. അവിടെ ഏതാ ഒരാൾക്കൂട്ടം. അവർ ആൾക്കൂട്ടത്തിനടുത്തെത്തി. ഒരു കച്ചവട സംഘമായിരുന്നു അത്. മദീനയിൽ നിന്നും ഈജിപ്തിലേക്ക് പോകുന്ന ഒരു കച്ചവട സംഘമായിരുന്നു. മാലിക് ബിനു ദാറുൽ ഖുസാഇയാണ് സംഘത്തിനെ നയിക്കുന്നത്. അവർക്ക് വഴി തെറ്റിയിരിക്കുന്നു. ഒരു അപരിചിത പ്രദേശത്താണ് അവർ എത്തിച്ചേർന്നത്. രാത്രിയിൽ അവിടെ തമ്പടിച്ചു താമസിച്ചു. യാത്രക്കൊരുങ്ങുന്നതിന് മുമ്പ് മാലിക്കിന് ഒരു സ്വപ്ന ദർശനമുണ്ടായി. സൂര്യൻ തൻ്റെ കുപ്പായ കൈകളിലേക്ക് വരുന്നതും അത് തട്ടി നീക്കിയപ്പോൾ ചെറുകണങ്ങളായി തീരുകയും ചെയ്തു. ഇതായിരുന്നു സ്വപ്നം. യാത്രയിൽ ഒരു ബാലനെ ലഭിക്കാനും അത് കാരണം സാമ്പത്തിക നേട്ടമുണ്ടാകാനും സാധ്യതയുണ്ട് എന്നാണ് സ്വപ്നഫലം എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. മാലിക് ഇക്കാര്യം തൻ്റെ അടിമയെ അറിയിക്കുകയും സ്വപ്നം യാഥാർത്ഥ്യമായാൽ നിന്നെ മോചിപ്പിക്കാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ബുഷറ എന്നായിരുന്നു അടിമയുടെ പേര്. പ്രഭാതമായി. പ്രാഥമിക കർമ്മങ്ങൾക്ക് വെള്ളം വേണം. പരിസരങ്ങളിൽ വല്ല അരുവികളോ കിണറോ ഉണ്ടോ? അവർ അന്വേഷിച്ചിറങ്ങി. അതാ ഒരു കിണർ. അവർക്ക് സന്തോഷമായി. യൂസുഫ് അലൈഹിസ്സലാമിനെ എറിയപ്പെട്ട കിണറായിരുന്നു അത്. ബുഷറ എന്ന അടിമ ബക്കറ്റുമായി കിണറിനരികിലെത്തി. വെള്ളത്തിനായി ബക്കറ്റ് താഴ്ത്തി. ബക്കറ്റിൽ ഭംഗിയുള്ള ഒരു ബാലൻ. ഹാ, ഒരു സന്തോഷ വാർത്ത! ഇതാ ഒരു ബാലൻ! അടിമ വിളിച്ചു പറഞ്ഞു. സംഘത്തിലുള്ളവരെല്ലാം ഒരുമിച്ച് കൂടി. അവരുടെ സന്തോഷത്തിന് അതിരുകളുണ്ടായിരുന്നില്ല. ബാലൻ ഒന്നും സംസാരിക്കുന്നില്ല, മിഴിച്ചു നിൽക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ സഹോദരങ്ങൾ അവിടെ എത്തുന്നത്. യൂസുഫ് വല്ലതും പറയുമോ? കള്ളക്കളികൾ പരസ്യമാകുമോ? അവർ ചകിതരായി. ഹേയ്, ഇത് ഞങ്ങളുടെ അടിമയാണ്. ഇവൻ ഒളിച്ചോടിയതാണ്. ഞങ്ങൾ ഇവനെ അന്വേഷിക്കുകയായിരുന്നു. അവർ ഏകസ്വരത്തിൽ കച്ചവട സംഘത്തെ അറിയിച്ചു. ഏതായാലും ഞങ്ങൾ ഇവനെ വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്തു വില തരും? കച്ചവട സംഘത്തിന് ആശ്വാസമായി.
തുച്ഛമായ വിലക്ക് അവർ യൂസഫിനെ വിൽപ്പന നടത്തി. വിലയുടെ കാര്യത്തിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. 20 ദിർഹത്തിനാണ് കച്ചവടമാക്കിയത് എന്നാണ് പ്രബലമായ അഭിപ്രായം. 2 ദിർഹം വീതം അവർ ഭാഗിച്ചെടുക്കുകയും ചെയ്തു. യൂസുഫ് അലൈഹിസ്സലാമിനെ വിലക്ക് വാങ്ങിയ ശേഷം കച്ചവട സംഘം ഉടനെ സ്ഥലം വിട്ടു. ഏറ്റവും കുറഞ്ഞ വിലക്കാണ് അവർക്കൊരു അടിമയെ കിട്ടിയിരിക്കുന്നത്. അടിമയല്ല, രാജകുമാരനാണത് മാലിക് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. കച്ചവട സംഘം ഈജിപ്തിലെത്തി. അവർ ആവേശഭരിതരായിരിക്കുന്നു. കുലീനതയുള്ള ഒരു ബാലനെ അവർക്ക് അടിമയായി ലഭിച്ചിട്ടുണ്ട്. അതാകട്ടെ വളരെ കുറഞ്ഞ വിലയിലും. ഈജിപ്തിലെ അടിമച്ചന്ത. അടിമകളെ വിൽക്കാനുള്ളവരും വാങ്ങാനുള്ളവരും അവിടെ സമ്മേളിച്ചിട്ടുണ്ട്. കുട്ടികൾ, യുവാക്കൾ, മധ്യവയസ്കർ, യുവതികൾ, അങ്ങനെ അടിമകൾ ധാരാളമുണ്ട്. മാലിക്കിന്റെ സംഘം അവിടെ എത്തിച്ചേർന്നു. തേജോവധനായ ഒരു ബാലൻ, യൂസുഫ് അലൈഹിസ്സലാം ആയിരുന്നു അത്. ആളുകൾ ആ ബാലന് ചുറ്റും തടിച്ചുകൂടി. ഇത് അടിമയാണോ, വിൽക്കാനുള്ളതാണോ? ജനങ്ങൾക്ക് സംശയമായിരുന്നു. പലരും വില പറയാൻ തുടങ്ങി. വില ഏറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഖിത്ഫീർ എന്ന വ്യക്തിയാണ് യൂസുഫ് അലൈഹിസ്സലാമിനെ വാങ്ങിയത്. ഈജിപ്തിലെ ഭരണാധികാരി റയ്യാൻ ഇബ്നു വലീദിന്റെ ധനവകുപ്പ് മന്ത്രിയായിരുന്നു ഖിത്ഫീർ. അടിമയുടെ തൂക്കത്തിനുള്ള സ്വർണമാണ് മാലിക്കിന് വിലയായി ലഭിച്ചത്. മറ്റു അഭിപ്രായങ്ങളുമുണ്ട് എന്നത് വിസ്മരിക്കുന്നില്ല. റയ്യാൻ രാജാവിന് വേണ്ടിയാണ് മന്ത്രി അടിമയെ വാങ്ങിയത്. അമാലിക വംശത്തിലെ അംഗമായിരുന്നു റയ്യാൻ രാജാവ്. യൂസുഫ് അലൈഹിസ്സലാമിനെ രാജാവ് വളരെയേറെ ആദരിക്കുകയും ഇതൊരു അസാധാരണ വ്യക്തിത്വമായി വിശ്വസിക്കുകയും ചെയ്തു. റയ്യാൻ രാജാവിന്റെ മരണശേഷം കാബൂസ് ഇബ്നു മിസ്ബക്കാണ് രാജാവായത്. അദ്ദേഹത്തിന് യൂസുഫ് അലൈഹിസ്സലാമിന്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. 5 വർഷം പിന്നിട്ടു. ഇപ്പോൾ യൂസുഫ് അലൈഹിസ്സലാമിന് 17 വയസ്സായിരിക്കുന്നു. ഈജിപ്തിലെ ഗവർണർ അസീസ് അദ്ദേഹം യൂസുഫിനെ സ്വന്തമാക്കി വീട്ടിലേക്ക് കൊണ്ടുപോയി.